നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കാണാം ബഹ്റിനിൽ നിന്നുള്ള വാർത്തകൾ. ജ്യോതിശാസ്ത്ര കണക്കുകൾ പ്രകാരം മാർച്ച് 30-നായിരിക്കും ബഹ്റിനിൽ ഈദുൽ ഫിത്തർ എന്ന് കാലാവസ്ഥാ വിദഗ്ധർ. മാർച്ച് 29-ന് റമദാൻ 29 പൂർത്തിയാക്കി മാർച്ച് 30-ന് ഷവ്വാൽ 1 പ്രവചനം. ശനിയാഴ്ച റമദാൻ അവസാനിക്കുമെന്നും മാർച്ച് 30-ന് തന്നെ ഈദായിരിക്കുമെന്നാണ് പ്രവചനം. എന്നാൽ മാസപ്പിറവി കാണുന്നതിനെ ആശ്രയിച്ചായിരിക്കും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയെന്ന് ഖാസിം സർവകലാശാലയിലെ മുൻ കാലാവസ്ഥാ പ്രൊഫസറും സൗദി വെതർ ആൻഡ് ക്ലൈമറ്റ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ അബ്ദുള്ള അൽ മിസ്നാദ് എക്സ് അക്കൗണ്ടിലൂടെ വ്യക്തമാക്കി. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ നോമ്പ് തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞാണ് കേരളത്തിൽ മാസപ്പിറ കണ്ടത്. ബഹ്റിനിൽ മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മുൻകരുതൽ നടപടികളുമായി സർക്കാർ. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും കൊതുകുകളുടെ പ്രജനനം തടയുന്നതിനുമുള്ള കർമ്മ പദ്ധതികൾ സർക്കാർ തയ്യാറാക്കി. പൊതുസ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിന് കാരണമാകുന്ന അവശിഷ്ടങ്ങളും മറ്റും നീക്കം ചെയ്യുന്നതിനായി ശുചീകരണ തൊഴിലാളികളെയും നിയോഗിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ രാജ്യത്ത് പെയ്ത കനത്ത മഴയെ തുടർന്നാണ് കർമ്മ പദ്ധതി തയ്യാറാക്കിയത്. പരിസ്ഥിതി ആരോഗ്യ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വെള്ളക്കെട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള കൌൺസിലിന്റെ പ്രതിബദ്ധത ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡ് ചെയർമാൻ സാലിഹ് തരാദ വ്യക്തമാക്കി. മുഹറക് മലയാളി സമാജം ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നു. നാളെ മാർച്ച് 21 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണി മുതൽ മുഹറക് സയ്യാനി ഹാളിൽ ഇഫ്താർ സ്നേഹനിലാവ് ഒരുക്കും. മുഹറക് മലയാളി സമാജം ഇഫ്താർ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നുവെന്നും ജാതിമത രാഷ്ട്രീയ സംഘടനാ ഭേദമന്യേ ഏവർക്കും ഒത്തുചേരാനും സൗഹൃദവും സ്നേഹവും പങ്കിടാനുമുള്ള വേദി കൂടിയാണ് ഇത്തരം ഇഫ്താർ സംഗമങ്ങളെന്നും പ്രസിഡന്റ് അനസ് റഹീം, സെക്രട്ടറി സുനിൽകുമാർ, ട്രഷറർ ശിവശങ്കർ എന്നിവർ അറിയിച്ചു. ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികൾക്കായി ഇഫ്താർ 2025 എന്ന സാമൂഹ്യ സേവന പരിപാടി നാളെ നടക്കും. വെള്ളിയാഴ്ച 4 മണിക്ക് ക്യാപിറ്റൽ ഗവർണറേറ്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ ഹിസ് എക്സലൻസി യൂസഫ് യാക്കൂബ് ലോറി മുഖ്യ അതിഥിയായിട്ട് നടക്കുന്ന ചടങ്ങിൽ വിവിധ മന്ത്രാലയ ഉദ്യോഗസ്ഥർ, വൺ ബഹ്റൈൻ ഭാരവാഹി ആന്റണി പൗലോസ്, വളണ്ടിയർ ടീം, വിവിധ സാമൂഹ്യ സേവന സന്നദ്ധർ, മീഡിയ പ്രവർത്തകർ, സംഘടനാ ഭാരവാഹികൾ, സ്ഥാപന ഉടമകൾ, വിവിധ മേഖലകളിലുള്ളവരും പങ്കെടുക്കുമെന്ന് കോർഡിനേറ്റർ ബഷീർ അമ്പലായി അറിയിച്ചു. ചിത്രകാരി ജീന നിയാസിന് ബഹ്റിൻ രാജകുടുംബത്തിന്റെ അംഗീകാരം. ബഹ്റിന്റെ 50ാമത് ദേശീയ ദിനം ആചരിക്കുന്ന വേളയിലായിരുന്നു ജീന ഏകദേശം 70,000-ഓളം മുത്തുകൾ ഒട്ടിച്ചു ചേർത്ത് 6 അടി പൊക്കവും 5 അടി വീതിയുമുള്ള ക്യാൻവാസ് ബോർഡിൽ 71 മണിക്കൂർ മാത്രം ചിലവഴിച്ച് ബഹ്റിൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ ചിത്രം പൂർത്തിയാക്കിയത്. ചിത്രം കൊട്ടാരത്തിലെത്തിയതോടെ ജീനയെ തേടി അവിടെ നിന്ന് ധാരാളം പ്രശംസകളും അംഗീകാരവും എത്തിയിരിക്കുകയാണ്. അന്നം തരുന്ന നാടിനോടുള്ള സ്നേഹവും പ്രവാസികൾക്ക് ഏറ്റവും സമാധാനപരവും സന്തോഷകരവുമായി ജീവിക്കാൻ കഴിയുന്ന ബഹ്റിൻ എന്ന മനോഹര രാജ്യത്തെ ഭരണാധികാരിയോടുള്ള തന്റെ ആദരവും നന്ദിയും പ്രകടമാക്കിയാണ് വ്യത്യസ്ത രീതിയിൽ രാജാവിന്റെ പോർട്രേറ്റ് ചെയ്തത് എന്ന് ജീന പറയുന്നു. തൃശൂർ മണ്ണുത്തി സ്വദേശിനിയായ ജീന കഴിഞ്ഞ 4 വർഷമായി ബഹ്റിനിൽ കുടുംബവുമൊത്ത് താമസിക്കുകയാണ്. ഒരു ചിത്രകാരിക്ക് വളരാൻ ഏറെ അവസരങ്ങളുള്ള രാജ്യമാണ് ബഹ്റിൻ എന്നും ജീന പറയുന്നു. ബഹ്റിൻ ഫിനാൻഷ്യൽ ഹാർബറിൽ നടത്തിയ എക്സിബിഷൻ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഓയിൽ പെയിന്റിൽ ചെയ്ത 22 പെയിന്റിംഗ്സ് അന്താരാഷ്ട്ര തലത്തിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഏഷ്യ, ഇന്ത്യ റെക്കോർഡുകൾ 6 കരസ്ഥമാക്കിയ ജീന APJ അബ്ദുൽ കലാം ഉൾപ്പെടെ വളരെയേറെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ചിത്രങ്ങൾ വരച്ച് സമ്മാനിച്ചിട്ടുമുണ്ട്. അതിൽ 6 അടിയിൽ ബട്ടൺസ് കൊണ്ട് ചെയ്ത സത്യൻ അന്തിക്കാടിന്റെ ചിത്രവും ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു. ഭർത്താവ് നിയാസ് ഉമറിന്റെ പരിപൂർണ പിന്തുണയാണ് ജീന നിയാസിന്റെ പരിശ്രമങ്ങൾക്കും വിജയത്തിനും അടിസ്ഥാനം. ബഹ്റിനിലെ സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന VR1 കൂട്ടായ്മയുടെ കുടുംബസംഗമവും നോമ്പുതുറയും ഹുറയിലെ ചാരിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടിയിൽ 100-ൽ പരം അംഗങ്ങൾ പങ്കെടുത്തു. ജോലിയില്ലാത്ത അവസ്ഥയിൽ ഇവിടെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ റമദാൻ കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നടത്തിയ 5, 7, 10, 12 ക്ലാസുകളിലെ പൊതുപരീക്ഷയിൽ ജിദാലി ദാറുൽ ഖുറാൻ മദ്രസ 100% വിജയം കരസ്ഥമാക്കി. വിജയികളെയും മികച്ച വിജയത്തിലേക്ക് അവരെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും സമസ്ത ജിദാലി ഏരിയ കമ്മിറ്റി അഭിനന്ദിച്ചു. ഇന്ത്യൻ ക്ലബ്ബ് നടത്തിയ വോളിബോൾ ടൂർണമെന്റിൽ MRA ടീമിനെ 1-3 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി KCA ടീം വിജയികളായി. KCAയിൽ നടന്ന ട്രോഫി ഹാൻഡിംഗ് ഓവർ ചടങ്ങിൽ വിജയികളുടെ ട്രോഫി KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ ഏറ്റുവാങ്ങി. KCA വോളിബോൾ ടീം അംഗങ്ങളായ റെയ്സൺ മാത്യു, റോയ് ജോസഫ്, റോയ്സി ആന്റണി, ജയകുമാർ, അനൂപ് ഫ്രാങ്കോ, ജോബി ജോർജ്, വിനോദ് ഡാനിയൽ, KCA ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി, സ്പോർട്സ് സെക്രട്ടറി നിക്സൺ വർഗീസ്, ലോൺ സെക്രട്ടറി ജിൻസ് ജോസഫ് എന്നിവർ പങ്കെടുത്തു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള.
Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഓക്സിജൻ സപ്പോർട്ടില്ലാതെ ശ്വസിക്കാൻ തുടങ്ങിയതായും മാസ്ക് മാറ്റിയതായും വത്തിക്കാൻ അറിയിച്ചു. ഒരു മാസമായി ആശുപത്രിവാസത്തിൽ കഴിയുന്ന മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായും റിപ്പോർട്ട്. ഈയിടെ പാപ്പ ക്രൂശിത രൂപത്തിനു മുന്നിൽ പ്രാർത്ഥന നടത്തുന്ന ചിത്രം വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു. മാർപ്പാപ്പ വെളുത്ത മേലങ്കിയും പർപ്പിൾ ഷാളും ധരിച്ച് വീൽചെയറിലിരുന്ന് പ്രാർത്ഥന നടത്തുന്നതായിരുന്നു പുറത്തുവന്ന ചിത്രം. ഫെബ്രുവരി 14-നാണ് മാർപ്പാപ്പയെ ശ്വാസകോശങ്ങളിൽ ന്യൂമോണിയ ബാധയെ തുടർന്ന് റോമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇടയ്ക്ക് ആരോഗ്യനില ഗുരുതരമായെങ്കിലും നിലവിൽ പുരോഗതിയുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. പ്രാർത്ഥിച്ചവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള മാർപ്പാപ്പയുടെ ഓഡിയോ സന്ദേശം കഴിഞ്ഞയാഴ്ച വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു. സെന്റ് പീറ്റർ ചത്തുരത്തിലെ രാത്രി പ്രാർത്ഥനയ്ക്കിടെയാണ് പോപ്പിന്റെ ശബ്ദ സന്ദേശം കേൾപ്പിച്ചത്. പോപ്പിന് നിലവിൽ തടസ്സമില്ലെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. എന്നാൽ ആരോഗ്യനില പൂർണ്ണമായി വീണ്ടെടുക്കുന്നതുവരെ ആശുപത്രിയിൽ തുടരുന്നതായിരിക്കും. 9 മാസത്തിലധികം നീണ്ട ബഹിരാകാശ ദൌത്യത്തിന് ശേഷം സ്പേസ് എക്സ് ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് പേടകത്തിലാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും സുരക്ഷിതരായി ഇന്നലെ ഭൂമിയിൽ എത്തിച്ചേർന്നത്. സ്പേസ് എക്സ് ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് പേടകത്തിൽ ബഹിരാകാശത്ത് പോകാനുള്ള അടുത്ത ഊഴത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൂടിയുണ്ട്. ശുഭാൻഷു ശുക്ലയാണ് ആ ഇന്ത്യക്കാരൻ. ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയാണ് ആക്സിയം 4 ദൌത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. നാസയും ISROയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായാണ് ഒരു ഇന്ത്യക്കാരന് വീണ്ടും ബഹിരാകാശ യാത്രയ്ക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് 1984-ൽ സോവിയറ്റ് യൂണിയന്റെ സോയൂസ് T-11 ദൌത്യത്തിൽ യാത്ര ചെയ്ത രാകേഷ് ശർമ്മയാണ് ഇന്ത്യൻ പൗരനായ ആദ്യ ബഹിരാകാശ സഞ്ചാരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ശശി തരൂർ MP. 2 വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ കാര്യങ്ങളാണ് താനും പറഞ്ഞതെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. ഇതിനർത്ഥം കേന്ദ്ര സർക്കാർ നയങ്ങളോടെല്ലാം കോൺഗ്രസിന് യോജിപ്പാണെന്നതല്ലെന്നും ശശി തരൂർ പറഞ്ഞു. ഇതിലെന്താണ് വിവാദമാക്കാനുള്ളതെന്നും തനിക്ക് മനസ്സിലായിട്ടില്ലെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ പ്രധാനമന്ത്രി സ്വീകരിച്ച നിലപാട് ശരിയെന്നായിരുന്നു ചൊവ്വാഴ്ച തരൂരിന്റെ പ്രശംസ. ഇതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രസ്താവനയിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. സമാധാനം ഉറപ്പിക്കാനുള്ള ശരിയായ നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചതെന്നും അന്ന് പാർലമെന്റിൽ ഇത് സംബന്ധിച്ച വിമർശനം ഉന്നയിച്ചത് തിരുത്തേണ്ടി വരികയാണെന്നും റെയ്സിന ഡയലോഗിൽ തരൂർ പറഞ്ഞിരുന്നു. മലയാള സിനിമാസ്വാദകർ ഏറെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. ആരാധകർക്ക് സർപ്രൈസായി രാത്രി 12 മണിക്കാണ് ചിത്രത്തിന്റെ മലയാളം ട്രെയിലർ യൂട്യൂബിൽ റിലീസ് ചെയ്തത്. റിലീസായി മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ മില്യൺ വ്യൂസ് മലയാളം ട്രെയിലർ നേടിക്കഴിഞ്ഞു. തുടർന്ന് ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലെയും ട്രെയിലർ പുറത്തുവന്നു. ട്രെയിലർ ലോഞ്ച് ഇവന്റ് മുംബൈയിൽ നടക്കുമെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ടീസർ ജനുവരി 26-ന് പുറത്തുവന്നിരുന്നു. മാർച്ച് 27-ന് ചിത്രം ആഗോള റിലീസായി എത്തും. 2019-ലെത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ 2ാം ഭാഗമായി റിലീസ് ചെയ്യുന്ന എമ്പുരാൻ 3 ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ 2ാം ഭാഗമാണ്. മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂട്, ജെറോം ഫ്ലിൻ, ബൈജു, സായ്കുമാർ തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിക്കുന്നു. ഗൾഫ്, യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ മാർക്കറ്റുകളിൽ ഇതിനോടകം ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിക്കുകയും റെക്കോർഡ് പ്രീ സെയിൽസ് നേടുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.